വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന് തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്താണ് മാങ്കുളം. കേരളത്തിലെ ആദ്യത്തെ ജൈവഗ്രാമവും മാങ്കുളമാണ്. സീസണിൽ വൻ ടൂറിസ്റ്റ് സാന്നിധ്യം ഉണ്ടാകാറുണ്ടെങ്കിലും വികസനം എത്തിനോക്കാത്ത ഒരു കുടിയേറ്റ ഗ്രാമവുമാണിത്. ഇവിടെ ആനക്കുളം എന്ന സ്ഥലത്തെ ഒരു പന്നി ഫാമിന്റെ ഉടമയാണ് ദേവസ്യ. ദേവസ്യ മറ്റു പണികൾ ചെയ്ത് ജീവിച്ചു പോരുമ്പോഴാണ് ഈ ആശയം മനസ്സിലുദിച്ചത്. സ്വന്തമായി ഫാം തുടങ്ങാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നില്ല. മറ്റൊരാളുടെ പുരയിടത്തിലാണ് ഇപ്പോൾ ഫാം നടത്തുന്നത്. വർഷത്തിൽ ഒരു ചെറിയ വാടകയും ഇതിന് നൽകുന്നുണ്ട്. യാദൃശികമാണെങ്കിലും ഒരു ട്രെയിനിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതിൽ 4 പേര് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തുടങ്ങിയ സംരംഭമാണിത്. സർക്കാർ ഫാമിൽ നിന്ന് പന്നിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി 7 മാസം കഴിയുമ്പോഴേക്കും 100 കിലോയോളം തൂക്കം വയ്ക്കും. ഇതിനെ ഇറച്ചിക്കായി വിൽക്കുന്ന രീതിയാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ 30 പന്നിക്കുഞ്ഞുങ്ങളെ സൗജന്യമായി നൽകി. ഇതിനെയും 6 മാസം മുതൽ 8 മാസം വരെ വളർത്തി തിരികെ നൽകണം. ആ സമയത്ത് മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ 1 കിലോയ്ക്ക് 96 രൂപ നിരക്കിൽ വിലയും ദേവസ്യയ്ക്ക് നൽകും. 4 പേർ കൂടി തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ 2 പേർ മാത്രമേ സജീവമായിട്ടുള്ളൂ. ലാൻഡ് റൈസും ഡ്യൂറോക്കുമാണ് ഇവിടെയുള്ള പന്നികൾ. 80ഓളം പന്നികളുമായിട്ടാണ് ആരംഭിച്ചത്. ആദ്യത്തെ ബാച്ച് കച്ചവടം കഴിഞ്ഞു. വീണ്ടും പുതിയ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുന്നതാണ് ഇത്. പന്നി വളർത്തലിന് പ്രധാനമായി 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, വളർച്ചാ നിരക്ക് കൂടുതലുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. 2, ഇറച്ചിക്കായി അവയെ വളർത്തുക. ഇവിടെ ഇറച്ചിക്കായി മാത്രമാണ് വളർത്തുന്നതെങ്കിലും ചിലത് പ്രസവിക്കാറുമുണ്ട്. ശാസ്ത്രീയമായ കൂടോ ശുശ്രൂഷയോ നൽകാൻ സാധിക്കാത്തതുകൊണ്ട് 8 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടും 3 എണ്ണം മാത്രമാണ് വളർന്നു വന്നത്. മാങ്കുളം പഞ്ചായത്തിൽ 2ാം വാർഡിൽ ശേവലുകുടിയിൽ ശ്രീ ദേവസ്യയുടെ നേതൃത്വത്തിൽ ഒരു ഫന്നി ഫാം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഫന്നി ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു കർഷകൻ എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ദേവസ്യ. അദ്ദേഹത്തെ എനിക്ക് വളരെ വ്യക്തമായി നേരിട്ട് അറിയാവുന്ന ആളാണ്. രാവിലെ പെരുമ്പാവൂരെല്ലാം പോയി തീറ്റ കൊണ്ടുവരികയും ഈ പന്നി ഫാമിന് ആവശ്യമായ തീറ്റകൾ കൊടുക്കുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ഫാമിൽ ഏതാണ്ട് 48ഓളം പന്നികൾ ഉണ്ട് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാകുന്ന നിലയിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്ന നിലവിൽ. അദ്ദേഹം അവിടെ ഉണ്ടാകുന്ന പന്നികൾ ഇറച്ചിയായിട്ട് മാങ്കുളത്തെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ അങ്കമാലിയിലെല്ലാം കൊണ്ടുപോയി കൂടുതൽ കൊടുക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് നിലവിൽ. എന്നാണേലും ഈ സാധാരണ പന്നി ഫാം നടത്തുമ്പോൾ ചുറ്റുവട്ടത്തെ ആളുകൾ പരാതിക്കാരായിട്ട് വരാറുണ്ട് പഞ്ചായത്തിൽ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ പരാതികളും നിലവിൽ വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഫന്നി ഫാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് സാധനങ്ങൾ നശിപ്പിക്കുന്നതിന് ആവശ്യമായ ബയോഗ്യാസ് സംവിധാനമടക്കം ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് ആ പ്രകൃതി ചുറ്റുവട്ടത്തിലെ ആളുകൾക്ക് പരാതിയില്ലാതെ നല്ല നിലയിൽ ആ ഫാം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ സമയാസമയങ്ങളിൽ ചെയ്യാറുണ്ട്. അയൺ കുത്തിവയ്പ്, കുളമ്പ് രോഗത്തിനുള്ള കുത്തിവയ്പ് ഇവ നടത്താറുണ്ട്. ഹോട്ടൽ വേസ്റ്റാണ് ഇവിടെ ഭക്ഷണമായി നൽകുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ദേവസ്യ ഹോട്ടലുകളിൽ നിന്ന് ശേഖരിക്കുന്ന വേസ്റ്റാണ് രാവിലെ കൊടുക്കുക. അതിനുശേഷം ഇദ്ദേഹം മറ്റു പണികൾക്കായി പോകും.
ഇവിടെ മിക്കവാറും 2 നേരം ഭക്ഷണം പന്നികൾക്ക് കൊടുക്കാറുണ്ടെന്നാണ് ദേവസ്യ പറയുന്നത്. വൈകുന്നേരം ഗോതമ്പ് തവിട് കുഴച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ആവശ്യത്തിന് വെള്ളവും കൊടുക്കും. ഹൈടെക് ഫാം ഒന്നുമല്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ നടപ്പാക്കുന്നുണ്ട്. രണ്ട് മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ്. അടുത്ത 6 മാസത്തിനകം ഇതും കച്ചവടം നടത്തും. അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളെ ഇപ്പോഴേ മണ്ണുത്തിയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. 3200 രൂപ വെച്ചാണ് മണ്ണുത്തിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. അത് 7-8 മാസം വളർത്തി വിൽക്കുമ്പോൾ ഒരു പന്നി ശരാശരി 100 കിലോയും കിലോയ്ക്ക് 170 രൂപ വിലയും ലഭിക്കും. വേസ്റ്റ് എടുക്കുന്ന ഹോട്ടലുകളിൽ തന്നെ ആവശ്യാനുസരണം ഇറച്ചിയായും വിൽക്കും. ബുദ്ധിമുട്ടാനുള്ള സമയവും പന്നി ഫാം തുടങ്ങാനുള്ള സ്ഥലവും ഉണ്ടെങ്കിൽ വലിയ മുതൽ മുടക്കില്ലാതെ ലാഭമുണ്ടാക്കാവുന്നതാണ് പന്നി വളർത്തൽ. ആഹാരം, വളർത്തുന്ന രീതി ഇവയെല്ലാം പലരും വ്യത്യസ്തമായാണ് ചെയ്യുന്നത്. എന്നാലും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വളർത്തുകയും നല്ല തീറ്റ നൽകുകയും ഒരു മൃഗഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കുകയും കൂടി ചെയ്താൽ ഫാം നടത്തിപ്പ് ഭംഗിയായി തീരും. ഇങ്ങനെ ചെയ്യുന്ന ഒരു കർഷകനും പന്നിക്കൃഷി നഷ്ടം വരാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കട്ടപ്പന വലിയ തോവാളയിലെ ഒരു സമ്മിശ്ര കർഷകനാണ് ബിജുമോൻ ആന്റണി. ഏലം, കുരുമുളക്, ജാതി, നെല്ല്, പച്ചക്കറി, മീൻകുളം, കോഴി വളർത്തൽ എല്ലാം ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. എല്ലാറ്റിലും തന്റേതായ ഒരു ശൈലി കൊണ്ടുവരാനും ഇദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട്. കോഴി വളർത്തലും മുട്ട വിരിയിക്കലുമെല്ലാം ഇവിടെ സാധാരണമായി ചെയ്തു വരുന്നു. ഒരു ഫ്രിഡ്ജ് ഇൻക്യുബേറ്ററായി മാറ്റിയെടുത്തിരിക്കുന്നു. ചൂട് ക്രമീകരിക്കാനുള്ള സംവിധാനം ഈ ഫ്രിഡ്ജിൽ ഘടിപ്പിച്ചിരിക്കുന്നു. 35 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിലനിർത്തുന്ന രീതിയിലാണ് ക്രമീകരണം. ഒരേ സമയം 1000 മുട്ട വരെ വിരിയിച്ചെടുക്കാനുള്ള സംവിധാനവും ഉണ്ട്. ദിവസം കൊണ്ട് ശരാശരി 950 കുഞ്ഞുങ്ങൾ വരെ ലഭിക്കാറുണ്ടെന്നാണ് ബിജുമോൻ പറയുന്നത്. ട്രേയിൽ നിരത്തിയിരിക്കുന്ന മുട്ട ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും നിരത്തി കൊടുക്കണം. ചൂട് എല്ലായിടത്തും ഒരുപോലെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എത്ര കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചാലും വിപണനം ഇവിടെ ഒരു പ്രശ്നമാകാറേയില്ല. കാർഷിക മേഖല ഏറ്റവും ഉചിതമായി മനുഷ്യന് ഏറ്റവും ശാന്തമായിട്ടും ടെൻഷൻ ഇല്ലാതെ ചെയ്യാവുന്ന ഒരു മേഖലയായതുകൊണ്ട് കൂടുതൽ അതിനകത്തേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഓൾറെഡി കരിങ്കോഴി, നാടൻ മുട്ടക്കോഴി, കൈരളി മുട്ടക്കോഴി,
പിന്നെ ചെയ്യുന്നത് ആട് ഫാം, ഒരു 40ഓളം ആട് ഉള്ള ഫാം ഓൾറെഡി ഫാമുണ്ട്. പിന്നെ ഇൻക്യുബേറ്റർ സിസ്റ്റം, 1000 മുട്ട വിരിയുന്ന ഇൻക്യുബേറ്റർ സിസ്റ്റം. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുയോജ്യമായ ജലസ്രോതസ്സുള്ളതുകൊണ്ട് അവിടെ ഒരു 13 സെൻറ്റിലെ കുളം നിർമ്മിച്ച് അതിനകത്ത് 1000 കിലോയോളം ഒരു വർഷം വിൽക്കാൻ ഉള്ള മീൻ വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഷെഡിൽ 4 ദിവസമായ കോഴിക്കുഞ്ഞുങ്ങൾ മുതൽ 21 ദിവസമായ കുഞ്ഞുങ്ങൾ വരെ വളരുന്നു. നാല് ദിവസമായത് 60 എണ്ണം ഇനിയുമുണ്ട്. 10 ദിവസമായത് 110, 20 ദിവസമായത് 100 എണ്ണവും പ്രത്യേകം തരം തിരിച്ച് വളർത്തുന്നുണ്ട്. കരിംകോഴി കുഞ്ഞും കൈരളി മുട്ടക്കോഴി കുഞ്ഞിനെയുമാണ് ഇപ്പോൾ ഇവിടെ വിരിയിച്ചെടുക്കുന്നത്. മുപ്പത് ദിവസത്തിനിടയ്ക്ക് 3 വാക്സിനേഷനും കഴിഞ്ഞാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ഒരു കുഞ്ഞിന് 150 രൂപ വിലയും ലഭിക്കും. കരിങ്കോഴികളുടെ നമ്മുടെ നാട്ടിൽ അധികം ഒന്നും കാണാത്ത കരിങ്കോഴികളുടെ വലിയൊരു ശേഖരം ബിജു ഇവിടെ വളർത്തുന്നുണ്ട്. ആ കരിങ്കോഴികളുടെ ബ്രീഡ് ചെയ്ത് ഉണ്ടാകുന്ന മുട്ട ഹാച്ച് ചെയ്യാൻ, വിരിയിച്ചെടുക്കുവാൻ അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുത്ത ഹാച്ചറി ഇവിടെയുണ്ട്. ആ ഹാച്ചറി നമുക്കൊക്കെ തന്നെ ഏറ്റവും അനുകരണീയമായിട്ടുള്ള ഒന്നാണ്. വളരെ കറൻറ്റ് ചെലവ്, ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം വളരെ മിനിമൈസ് ചെയ്തിട്ടുള്ള ഒരു നൂതനമായിട്ടുള്ള ആശയമാണ് അതിൽ ബിജുവിൻ്റെ നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ തന്നെ ആ അത്തരം ഒരു ഹാച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. കരിങ്കോഴി 4 ഇനം ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജെറ്റ് ബ്ലാക്ക്, കഴുത്തിൽ ചാരനിറത്തിൽ വരെയുള്ള പെൻസിൽസ്, റെഡിഷ്, കഴുത്തിൽ ചുവന്ന വരെയുള്ളത്. പ്യുവർ വൈറ്റ്, തൂവൽ മുഴുവൻ വെള്ളയും ശരീരം മുഴുവൻ കറുപ്പുമായിട്ടുള്ളത്. ഇവയെല്ലാം ഇവിടെയുണ്ട്. ഇതിന്റെ മുട്ടകളാണ് വിരിയിച്ചെടുക്കാനായി ഉപയോഗിക്കുന്നത്. കരിങ്കോഴിക്ക് ഔഷധ ഗുണം കൂടുതലായതുകൊണ്ട് നല്ല ഡിമാൻഡാണെന്നാണ് ബിജുമോൻ പറയുന്നത്. പോരുകോഴി ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. ഒരു ജോഡിക്ക് 4000 രൂപ കൊടുത്തു വാങ്ങിയതാണ്. ഇതിന്റെ മുട്ടയും വിരിയിക്കാൻ വെച്ചിട്ടുണ്ട്. കാപ്പിരിക്കോഴി എന്ന ഇനവും ഒരു ജോഡി വളർത്തുന്നുണ്ട്. ഇതിന്റെ മുട്ടയും വിരിയിച്ചെടുക്കാറുണ്ട്. സിൽക്കി വൈറ്റ് അലങ്കാര കോഴിയും ഇതിന്റെ കൂടെ വളർത്തുന്നു. കാണാൻ ഭംഗിക്കായി വളർത്തുന്ന ഇനമാണ്. ഇതിന്റെ മുട്ടയും വിരിയിക്കുന്നുണ്ട്. അലങ്കാര കോഴികൾക്ക് എല്ലാം ആവശ്യമനുസരിച്ച് വിലയും ലഭിക്കാറുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്.
കോഴി, ആട്, മീൻകുളം എല്ലാം ഇവിടുത്തെ വരുമാന മാർഗമാണ്. പുറത്തുനിന്ന് പണിക്കാരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം കുടുംബാംഗങ്ങൾ എല്ലാം ഇദ്ദേഹത്തെ സഹായിക്കുന്നു. ബുദ്ധിമുട്ടിനനുസരിച്ചുള്ള വരുമാനവും അതിലുപരി സംതൃപ്തിയും കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു എന്നത് തന്നെയാണ് മറ്റ് ജോലി ഉണ്ടായിട്ടും കൃഷിയിൽ തന്നെ തുടരുവാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക അവാർഡുകൾക്ക് നാമനിർദ്ദേശ പത്രിക ക്ഷണിച്ചു. വരൾച്ച മൂലമുള്ള കൃഷിനാശത്തിന് വിള ഇൻഷുറൻസ്. വിശദമായ വാർത്തകളിലേക്ക്. കൃഷി, മണ്ണ്, പരിവേഷണ സംരക്ഷണ വകുപ്പ് വർഷം തോറും നൽകിവരുന്ന കാർഷിക അവാർഡുകൾക്ക് നാമനിർദ്ദേശ പത്രികകൾ ക്ഷണിച്ചു. നെൽക്കതിർ അവാർഡ്, കാർഷികോത്തമ, കേര കേസരി, യുവ കർഷക, കർഷക തിലകം, കൃഷി വിജ്ഞാൻ, ഷോണിമിത്ര, ഷോണിരത്ന, ഹരിതമുദ്ര തുടങ്ങി കൃഷിയുടെ വിവിധ മേഖലകളിലായി 30ഓളം അവാർഡുകളാണ് നൽകുന്നത്. മികച്ച ജൈവ കൃഷി നടത്തുന്ന ആദിവാസി ഊരുകൾ, മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ കർഷക പ്രതിഭ, മികച്ച കോളേജ് കാർഷിക പ്രതിഭ, കൃഷി നടത്തുന്ന മികച്ച റെസിഡൻസ് അസോസിയേഷൻ എന്നീ അവാർഡുകളും ഈ വർഷം മുതൽ പുതിയതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാമനിർദ്ദേശങ്ങൾ കൃഷിഭവനുകളിലും ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസുകളിലും 2017 ഫെബ്രുവരി 15 മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. ഓരോ വിഭാഗത്തിലുമുള്ള നാമനിർദ്ദേശങ്ങൾ നിശ്ചിത അപേക്ഷ ഫോറത്തിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റുകൾ karshikerala.gov.in, മറ്റൊരു വെബ്സൈറ്റ് keralaagriculture.gov.in. ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന വികസന കേന്ദ്രത്തിൽ നാളെയും മറ്റന്നാളുമായി ശുദ്ധമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് പരിശീലനത്തിൽ പ്രവേശനം നൽകുക. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപ. പങ്കെടുക്കുന്നവർക്ക് യാത്രാബത്ത, ദിനബത്ത എന്നിവ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047626985550. വരൾച്ച മൂലമുള്ള കൃഷിനാശത്തിനും ഉൽപാദന നഷ്ടത്തിനും പരിഹാരം ലഭിക്കുന്നതിന് കൃഷിവകുപ്പ് വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാമമാത്രമായ പ്രീമിയം അടച്ച് കൃഷിഭവനുകൾ മുഖേന 25 വിളകൾ ഇൻഷുർ ചെയ്യാം.
വരൾച്ച കൊണ്ടും മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ നിമിത്തവും വിളകൾക്കുണ്ടാവുന്ന പൂർണ്ണനാശത്തിനെതിരെയാണ് ഇൻഷുറൻസ്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ നൽകണം. അടുക്കളത്തോട്ടത്തിലെ തിരിനന യൂണിറ്റുകൾക്കാവശ്യമായ തിരി കിറ്റുകൾ കോഴിക്കോട് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിൽ ലഭ്യമാണ്. തിരി ഒന്നിന് 15 രൂപ നിരക്കിൽ ഇവിടെ കിട്ടും. കൂടാതെ തിരിനനയുടെ സാങ്കേതിക വിദ്യയും മനസ്സിലാക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0495235184. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കോഴിക്കോട് അടയ്ക്ക സുഗന്ധവിള വികസന ഡയറക്ടറേറ്റ് സുഗന്ധവിള നഴ്സറികൾക്ക് സാക്ഷ്യപത്രം നൽകുന്നു. സർട്ടിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന നഴ്സറികൾക്ക് ഡയറക്ടറേറ്റ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശപ്രകാരം 3000 രൂപ ഫീസോടുകൂടി അപേക്ഷിക്കാം. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഫീസ് ആവശ്യമില്ല. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0492369877. മറ്റൊരു ഫോൺ നമ്പർ 049527655001. സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.spicenurseries.in. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം കൂട്ടിലെ മത്സ്യപരിപാലനം എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0484249245. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ പശു വളർത്തലിലും 9, 10 തീയതികളിൽ അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04829234 കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 13,800 രൂപ, കോഴിക്കോട് 14,500, തൃശൂർ 14,000 രൂപ. കൊപ്ര കൊച്ചി 9,300 രൂപ, കോഴിക്കോട് 9,300, തൃശൂർ 9,400. കുരുമുളക് അൺഗാർബിൾഡ് 63,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,000 രൂപ. ചുക്ക് മീഡിയം 13,500, ചുക്ക് ബെസ്റ്റ് 14,500. മഞ്ഞൾ സേലം 9,600 രൂപ, മഞ്ഞൾ ഈറോഡിൽ 9,800. അടയ്ക്ക പഴയത് 19,000 രൂപ മുതൽ 20,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 15,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 15,900. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 15,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 16,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 13,800 രൂപ, കൊപ്ര 9,300, പിണ്ണാക്ക് എക്സ്പെല്ല 2,400, പിണ്ണാക്ക് റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 63,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,000 രൂപ. ചുക്ക് മീഡിയം 13,500, ചുക്ക് ബെസ്റ്റ് 14,500, മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 16,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തുണ്ടൻ കിലോഗ്രാമിന് 250 മുതൽ 275 രൂപ വരെ. ജാതിക്ക തുണ്ടില്ലാത്തത് 440 മുതൽ 470 രൂപ വരെ. ജാതിപത്രി 550 മുതൽ 600 രൂപ വരെ. ഗ്രാമ്പു 740 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് കിൻഡലിന് 15,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 15,900, ഒട്ടുപാൽ 10,900, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. മധ്യവർത്തികൾ വർദ്ധിച്ച അളവിൽ കുരുമുളക് വിറ്റുമാറാൻ നടത്തിയ നീക്കം ഉൽപ്പന്ന വില വീണ്ടും കുറച്ചു. പുതിയ കുരുമുളകിന് 400 രൂപ കുറഞ്ഞ് 61,000-ലാണ് വിപണനം തുടങ്ങിയത്. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ ചെറുകിട കർഷകരും ഉൽപ്പന്നം വിൽപ്പനയ്ക്കായി ഇറക്കി. വിദേശ വ്യാപാര രംഗം തളർച്ചയിലാണ്. പകൽ താപനില ഉയർന്നതിനാൽ റബ്ബർ ഉൽപാദകർ മാസമധ്യത്തോടെ തോട്ടങ്ങളിൽ നിന്നും പിന്തിരിയാൻ നിർബന്ധിതരാവും. കാലാവസ്ഥ മാറ്റം കണക്കിലെടുത്ത് തോട്ടം മേഖല വിപണിയിലേക്കുള്ള ഷീറ്റ് നീക്കം വരും ദിനങ്ങളിൽ നിയന്ത്രിക്കാനാണ് സാധ്യത. 4ാം ഗ്രേഡ് കിലോ 159 രൂപയിലാണ്. വണ്ടൻമേട് ഇന്ന് നടന്ന ഏലക്ക ലേലത്തിന് വന്ന 31,236 കിലോഗ്രാം ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞെങ്കിലും ഉൽപാദകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നിരക്ക് ഉയർന്നില്ല. മികച്ച ഇനം കിലോ 14,706 രൂപയിലും ശരാശരി ഇനങ്ങൾ
1335 രൂപയിലുമാണ്. വിലക്കയറ്റം മൂലം കയറ്റുമതിക്കാർ ഏലക്ക സംഭരണത്തിന് കുറവ് വരുത്തി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.3, 26. കൊച്ചി 35.8, 23.4. ആലപ്പുഴ 34.4, 23.9. പുനലൂർ 36.5, 21.2. തിരുവനന്തപുരം കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.7 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.